അൺബോർഡ് കൺമണി അർജുൻ അശോകൻ നായകനായ അൺബോർഡ് കൺമണി. അനഘനാരായണൻ നിങ്ങൾ എന്തായാലും വിടില്ല എന്ന് എനിക്ക് മനസ്സിലായി. കാരണം പടം കണ്ട് അവസാനം വരെ അയ്യോ എനിക്ക് ക്രഷ് അടിച്ച നായികയോട് അയ്യോ നായികയോട് ക്രഷ് അടിച്ചതെന്ന് പറഞ്ഞിരിക്കുന്ന ചിത്തുബായി ആയിരുന്നു തിയേറ്റർ മൊത്തം ഉണ്ടായിരുന്നത്. ലിജു തോമസ് ആണ് ഇതിന്റെ ഡയറക്ടർ. ആൻഡ് അനീഷ് കൊടുവള്ളിക്കാരനാണല്ലേ, കൊടുവള്ളിക്കാരനായ അനീഷ്. അതിന്റെ ആ ഒരു വേറെ സ്ലാങ് അതിനകത്ത് പിടിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമാണ്. കാരണം കണ്ണൂരല്ലേ, കണ്ണൂർ തലശ്ശേരി ഭാഗത്തല്ലേ എന്തെന്നായിയാക്കുന്നത്. ഈ ബോർഡർ ഉണ്ടല്ലോ, കോഴിക്കോട് കണ്ണൂർ അങ്ങനത്തെ ബോർഡറിലുള്ള ഒരു സംഗതിയാണ്. എന്താണെങ്കിലും കുറെ നമുക്ക് പരിചയമുള്ള ഒരുപാട് ആൾക്കാരുണ്ട് അല്ലേ. ഒരുപാട് പേരുണ്ട്. സോ കമ്മിങ് ടു ദ മൂവി, നല്ല സിനിമയാണോ എന്ന് ചോദിച്ചാൽ ഇത് വളരെ നല്ലൊരു സിനിമയാണ്. ഏത് ആസ്പെക്റ്റിൽ എന്നറിയോ? അതായത് ഒരു അവയർനെസ് അല്ലെങ്കിൽ ഒരു എഡ്യൂക്കേഷൻ ആ രീതിയിലൊക്കെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രഗ്നൻസി റിലേറ്റഡ് ആയിട്ട് കല്യാണം, പ്രഗ്നൻസി, ചുറ്റുപാടുമുള്ള സൊസൈറ്റി അവർ പറയുന്നത് കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ കല്യാണം കഴിഞ്ഞവർ കേൾക്കാവുന്ന ചോദ്യമാണ് ഓബിയസ്ലി. ഒരുപക്ഷെ ഇതുമായിട്ട് അതെ, ഇത് ബോധേഡാവാത്ത ആൾക്കാരും അതുപോലെ ഇപ്പൊ എന്റെ ഇതുപോലെ കല്യാണം കഴിയാത്ത ആൾക്കാരും എനിക്ക് പല സമയങ്ങളിലും പല കൺഫ്യൂഷനുകളും ഉണ്ടായി. ഇതിങ്ങനെ ഉണ്ടാവാറുണ്ടോ, ഇതിങ്ങനെ അങ്ങനെയുള്ളവർക്ക് ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും. ഞാൻ പറയട്ടെ, ഇപ്പോൾ കുട്ടികളില്ലാത്തൊരു ഫേസിലൂടെ കടന്നു പോകുന്നവരും കല്യാണം കഴിയാത്തവർക്കും ഒക്കെ ചിലപ്പോൾ എന്താ പറയുക, അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ തന്നെ കല്യാണം കഴിഞ്ഞിട്ട് കുട്ടികളാവാത്തവരൊക്കെ ഉള്ളവർക്കൊക്കെ അങ്ങനെ അല്ലാതെ മാറ്റി ഇതൊന്നും ബോധർ ചെയ്യാതെ കല്യാണം കഴിഞ്ഞിട്ടില്ല അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞിട്ട് കുട്ടികളുണ്ട്, കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ലാത്തവർക്ക് ഇതെന്തിനാ ഈ സിനിമ, വെറുതെ ഒരു പടം, അങ്ങനെ ഒരുപാട് കമന്റുകളും വരാൻ ചാൻസ് ഉണ്ട്. ഇഷ്ടംപോലെ വരും. അതായത് ഈ പടം കണ്ടിറങ്ങുന്നവരുടെ റിവ്യൂ അല്ലെങ്കിൽ ഒപ്പീനിയനിൽ ഏറ്റവും കൂടുതൽ ഞാൻ പറഞ്ഞല്ലോ, ഇതൊന്നും എക്സ്പീരിയൻസ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഒരിക്കലും ഈ പടം കണക്ട് ആവില്ല. കാരണം ഇതൊരു തിയേറ്റർ എക്സ്പീരിയൻസ് അല്ല, ഒരു ഭയങ്കര സംഭവ കഥയല്ല, ഇതൊരു ഭയങ്കര എന്താ പറയാ മാസ് അടുപ്പിക്കില്ല, ഭയങ്കരമായിട്ട് സെന്റിമെന്റ്സ് അടുപ്പിക്കുക വെച്ചാൽ അതും ഇതിനകത്തില്ല. എന്നാൽ വർക്കൗട്ട് ആവുന്ന റിയാലിറ്റി ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് സിറ്റുവേഷണൽ കോമഡികളുണ്ട്. അത് ഈ പറഞ്ഞ പോലെ ഇതൊക്കെ അനുഭവിച്ചവർക്ക് ചിലപ്പോൾ കണക്ട് ആവും. ഇതുണ്ടല്ലോ, ഇത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ അനുഭവിച്ച് കഴിഞ്ഞ ആളുകൾ ഒക്കെ ഉണ്ടാവുന്ന ആളുകളുണ്ടാവും. അവർക്ക് ഇത് ഇത്രയും ടച്ച് ആയിട്ടുള്ള ഒരു ഫിലിം കണ്ടിട്ടുണ്ടാവില്ല. ചിലപ്പോൾ ഇപ്പം അടുത്തൊന്നും ഇത്രയും ഫീൽ ചെയ്തൊരു സിനിമ കണ്ടിട്ടുണ്ടാവില്ല. അത്രയും നന്നായിട്ടായിരിക്കും അവർക്ക് ഇത് ഫീൽ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ബേസിക്കലി അർജുൻ അശോകൻ കല്യാണം കഴിക്കുന്നു. പിന്നെ ആസ് യൂഷ്വൽ നാട്ടിലൊക്കെ ഉള്ള ഫസ്റ്റ് ചോദ്യം എന്താ, കല്യാണം കഴിഞ്ഞാൽ വിശേഷമായോ? അത് നമ്മളൊരു തലയ്ക്കുന്ന മുതൽ ഇങ്ങോട്ട് തുടങ്ങും. പഠിത്തം കഴിഞ്ഞ് ജോലി, പിന്നെ കല്യാണം, പിന്നെ അതൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. അപ്പൊ ഇതില് മെയിൻ ഫോക്കസ് ചെയ്യുന്നത് ഇവിടെയാണ്, ഈ വിശേഷമായോ എന്നുള്ള ചോദ്യം, പിന്നെ വിശേഷമാവാത്തതും, പിന്നെ വിശേഷമാവുന്നതും എല്ലാം കൂടി നിറഞ്ഞിട്ടാണ് ഈ കഥ മുന്നോട്ട് പോകുന്നത്. ആ വിശേഷം കൊണ്ടുണ്ടാവുന്ന വിശേഷങ്ങളാണ് ആ സിനിമ മൊത്തം പറയുന്നത്. ഗർഭം റിലേറ്റഡ് ആയിട്ടുള്ള പരിപാടികളാണ് പിന്നെ ഇതിനകത്തുള്ളത് കാണിക്കുന്നത്. അതിപ്പോൾ ഈ പറഞ്ഞ പോലെ നമുക്ക് എവിടെയും എന്താ പറയുക ഇരുന്ന് ചിന്തിക്കേണ്ടതോ കൊടൂരമായിട്ട് കണ്ടുപിടിക്കേണ്ടതോ ആയിട്ടുള്ള എലമെൻറ്റുകളൊന്നുമില്ല. വളരെ ഈസി ആയിട്ട് സ്ക്രീൻ പ്ലേയിലും റൈറ്റിങ്ങിലൊക്കെ സ്പൂൺ ഫീഡ് ചെയ്യുന്ന മാതിരി നമുക്ക് വായിക്ക് വെച്ച് തരുന്നുണ്ട് ഇതിൻ്റെ ഡയറക്ടറും റൈറ്ററും. സ്ക്രീൻ പ്ലേയിലാണെന്നുണ്ടെങ്കിലും കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല, സ്ട്രെയിറ്റ് അവേ കാര്യങ്ങൾ ടപ്പ എന്ന് പറഞ്ഞിട്ട് പോവാണ്. ഇങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുകൾ നമ്മളെ അടുത്തൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്കും ഇത് കണക്ട് ചെയ്യും. ഇത് ശരിക്കും എനിക്ക് പരിചയമുള്ള ആളുകളൊക്കെ ഉണ്ട് ഇങ്ങനെ. അപ്പം നമ്മളിത് കാണുമ്പോൾ നമുക്കിത് ഇങ്ങനെ കണക്ട് ചെയ്യും. അവരിങ്ങനെയൊക്കെ അനുഭവിക്കും. എനിക്കാണെങ്കിൽ ഇങ്ങനെയൊക്കെ തോന്നിയത് അവരിങ്ങനെയൊക്കെ അനുഭവിക്കുന്നുണ്ടാവുമായിരിക്കും അല്ലേ. ചിലപ്പോൾ ഇനിയിപ്പോൾ ചിലപ്പോൾ ഈ സിനിമ കാണുമ്പോൾ ഇങ്ങനെയുള്ള കുറേ കുത്തുന്ന ചോദ്യങ്ങൾ ഉണ്ടാവില്ല, അത് അവർക്ക് എത്രമാത്രം ഫീൽ ചെയ്യുന്നത് നമുക്കറിയില്ല, ആ അനുഭവിക്കുന്ന ആൾക്കാർക്കേ അറിയുള്ളൂ. ചിലപ്പോൾ ഒരു പക്ഷേ ഈ ഒരു സിനിമ കൊണ്ട് അങ്ങനെ കുറേ ആളുകളെ കണ്ണ് തുറക്കാൻ പറ്റും. ഇനി അവരത് ചോദിച്ച് ബുദ്ധിമുട്ടിക്കേണ്ടത് കണ്ണ് തുറക്കുമെന്ന് അറിയില്ല. അപ്പം ഞാനും സ്നേഹയും കല്യാണം കേട്ട് ഏകദേശം 3-ാമത്തെ വർഷത്തിലേക്ക് ഞങ്ങൾ കടക്കുന്നു. ഞങ്ങളോട് ആരും ചോദിക്കാൻ വരാത്തത് ഞങ്ങളെ വായന. ഇപ്പം ഞാനാണ് സ്നേഹയാണെന്നുണ്ടെങ്കിലും നാക്കിന് വലിയ കുറവില്ലാത്തത് കൊണ്ടും നാട്ടുകാർ ഓടാവില്ല എന്നുള്ള വൈകിട്ട് ഞങ്ങൾ നടക്കുന്നതുകൊണ്ട് നാട്ടുകാരും പിന്നെ കുറച്ച് കുടുംബക്കാരോടൊക്കെ നമ്മളെ ആറ്റിറ്റ്യൂഡാണ്. പിന്നെ നമ്മളോട് ചോദിക്കാൻ പറ്റില്ല, പക്ഷെ നമ്മളെ വീട്ടിൽ ചോദിക്കും. സ്നേഹൻ്റെ വീട്ടിലാണെങ്കിൽ എൻ്റെ വീട്ടിലാണെന്നുണ്ടെങ്കിലും എന്തായി സ്നേഹിതായി ഇങ്ങനെ അടിച്ചു പൊളിച്ച് നടക്കുകയാണോ, ഇവർക്കൊന്നും ആയില്ലേ എന്നുള്ള ചോദ്യം ചോദിക്കും. അങ്ങനെ ചോദ്യം ചോദിക്കുന്നവർ നമ്മളടുത്ത് വരാത്തതുകൊണ്ട് നമുക്ക് ആ ചോദ്യങ്ങൾ ഇതുവരെയായിട്ട് എന്ത് ചെയ്തിട്ടില്ല, ഇത്രയും കൊടുക്കേണ്ട ഒരു അവസ്ഥ വന്നിട്ടില്ല. 1-2 പേരോടൊക്കെ കൊടുത്തപ്പോഴത്തേക്കും എല്ലാവർക്കും ഏകദേശം കാര്യം മനസ്സിലായി ഞങ്ങളെ മൂഡ് എന്താണെന്നുള്ളത്. പിന്നെ ചിലപ്പോൾ ഇത് സ്ഥിരമായിട്ട് അനുഭവിക്കുന്നവരുണ്ടാവും, ഇതിന്റെ സ്ട്രെസ്സും ടെൻഷനും കൊണ്ട് പോകുന്നില്ല. അതെ, അതുണ്ടാവും. ഇത് സ്വന്തമായിട്ട് ഇപ്പൊ കുട്ടികളായിട്ടില്ലല്ലോ എന്നുള്ളത് വിഷമിച്ച് നടക്കുന്ന ആൾക്കാരുണ്ട്. ആ വിഷമത്തിന്റെ ഇടയ്ക്കാണ് പിന്നെയും തീ ഓരോ ഒഴിച്ചിട്ട് ഒന്നും ആയില്ല. ഉണ്ടായി കഴിഞ്ഞാൽ അടുത്ത ചോദ്യങ്ങളായി. അപ്പൊ ഇത് അങ്ങനെയാണ്, ഇതിന്റെ പ്ലോട്ട് അങ്ങനെയാണ്, കഥ. അപ്പൊ നിങ്ങൾക്ക് ഏകദേശം ആ സംഗതി മനസ്സിലാവും. തിയേറ്ററിൽ പോയാൽ തന്നെ നിങ്ങൾക്ക് അതിന്റെ ഒരു ആ കാര്യത്തിൽ മാത്രം എനിക്ക് തോന്നുന്നു ഒരു ജനറേഷൻ ഒരു വ്യത്യാസം ഉണ്ടാവും. എനിക്ക് തോന്നുന്നു എല്ലായിടത്തും ഈ സംഗതി ഉള്ളത് തന്നെയാണ്. അതിനിപ്പോ വേറെ കാര്യം പറയാം, സ്വന്തം വീട്ടിൽ നിന്നാണെങ്കിലും കേൾക്കും. അതുണ്ടാവും. ഒരു പരിധി വിട്ട് കഴിഞ്ഞാൽ സ്വന്തം അച്ഛനും അമ്മയാണെന്നുണ്ടെങ്കിൽ മക്കളോട് കല്യാണം കഴിഞ്ഞാൽ ചോദിക്കും, എന്തായാലും മോനെ മോളെ ആയില്ലേ വേണ്ടേ എന്നുള്ള ചോദ്യം ചോദിക്കും. കുഞ്ഞിക്കാല് കുട്ടിക്കാല് എന്ന് പറഞ്ഞ സാധനങ്ങളൊക്കെ ആയിട്ട് വരും.
ഓക്കെ, അപ്പൊ എന്താണെങ്കിൽ ഇതൊക്കെയാണ് ഇതിന്റെ ഒരു പ്ലോട്ട് പോകുന്നത്. ഇനി അഭിനയത്തിലേക്ക് വരാം. അർജുൻ അശോകൻ എനിക്ക് അങ്ങനെ വലുതായിട്ട് എന്തെങ്കിലും ചെയ്ത് വെക്കാൻ പറ്റിയ രീതിയിലുള്ള സംഗതി ഇതിനകത്തുണ്ട് തോന്നിയില്ല. അയാളെ ആസ് യൂഷ്വൽ ഉള്ള പോലെ നോർമൽ അയാൾക്ക് ചെയ്യാൻ അതിനർത്ഥം മോശമായി എന്നല്ല, ഒന്നും ഇല്ല. അയാളെ സ്ഥിരമായിട്ട് അഭിനയത്തിൽ നമുക്ക് എപ്പോഴും തോന്നുന്നുണ്ട്, നമ്മളൊക്കെ എപ്പോഴും നമ്മളെ ഇടയിലൊക്കെ കാണുന്ന ഒരാളെ പോലെ ഫീൽ ചെയ്യുന്ന ഒരാളാണ്. അത് ഇതിലും അതുപോലൊക്കെ തന്നെ ഫീൽ ചെയ്തു. അപ്പൊ അതങ്ങനെ അങ്ങനെ അർജുൻ അശോകൻ ആ ഒരു മീറ്റർ പിടിച്ചു. അതിനൊരു ഡൗട്ട് വെക്കട്ടെ, ആ നടീന്റെ ഫസ്റ്റ് സിനിമയാണത്? എനിക്ക് അറിയാൻ പാടില്ല. ആ നടി എന്താണെങ്കിലും കസറിയില്ലേ. അയ്യോടാ, ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ഒരാൾ ആക്ട് ചെയ്യുന്ന പോലെ തന്നെ അവരാണ് ഇതിലെ മെയിൻ ക്യാരക്ടർ. അവരാണ് അവരെ ചുറ്റിപ്പറ്റിയിട്ട് അനഘ നാരായണൻ അവരെ ചുറ്റിപ്പറ്റിയിട്ടാണ് കഥ പോകുന്നത്. അവർക്കാണ് ഏറ്റവും കൂടുതൽ സ്ക്രീനിൽ പ്രസൻസ് ഉള്ളതും സ്ക്രീനിൽ കൊണ്ടുവരേണ്ട സംഗതികളൊക്കെ ഇരിക്കുന്നത് ആ ഒരു ലേഡിയുടെ കയ്യിലാണ്. അല്ല, അവര് ടർക്കിഷ് തർക്കത്തിലൊക്കെ ഉണ്ട്. ടർക്കിഷ് തർക്കം നമ്മൾ കണ്ടിട്ടില്ല. ഓക്കെ, അപ്പോ അതെ. അപ്പോ ഈ ലേഡി ഇവർക്ക് വരുന്ന ഇമോഷൻസ്, ഇവർ കടന്നു പോകേണ്ട ലൈഫിലെ പല ചോദ്യങ്ങളും അതിന്റെ ഫേസ്, അതിന്റെ ഇമോഷൻസ്, ഈ സാധനങ്ങളൊക്കെ ആ ഒരു ക്യാരക്ടറിൽ ഇരുന്നുകൊണ്ട് അവരത് വളരെ വൃത്തിയായിട്ട് ചെയ്തു അല്ലേ. അതുപോലെ തന്നെയാണ് അവരെ അമ്മേന്റെ ക്യാരക്ടറും. കാരണം അവരോട് ജയിക്കാൻ പറ്റാത്തത് 4 മൂലയ്ക്കൊന്നും അവരെ അമ്മയ്ക്ക് നമ്മളെ അമ്മമാർക്കൊക്കെ ഉണ്ടാവും അത് ഇങ്ങനെ കേൾക്കണത്. വെരി എക്സ്പീരിയൻസ്ഡ് ആണ്. അല്ല, എന്നാലും ഞാൻ പറയാം, അത് അവർ ഈ ഒരു ആ ഫീലെല്ലാം എന്നാൽ അവർക്ക് അവരെ മക്കളോട് ഇതിന്റെ കാര്യത്തിലൊരു ദേഷ്യം ഉണ്ടാവും, സ്നേഹം ഉണ്ടാവും, എല്ലാം മിക്സ് ചെയ്ത് അവർ ചെയ്തതും ക്ലീൻ ആയിട്ടുള്ള ഒരു അമ്മ. അവർക്ക് ഭയങ്കര കേക്ക് വാക്ക് ആയിരിക്കും ഇതൊക്കെ. അവർ സ്ഥിരം അമ്മാവേഷം ആയതുകൊണ്ടൊക്കെ അവർക്ക് അതൊരു നോർമൽ കേക്ക് വാക്കാണ്. പക്ഷെ ഇവര് ഇന്നെ ശരിക്കും ഈ അനഘ നാരായണനാണ് ശരിക്കും അത്ഭുതപ്പെടുത്തിയത്. കാരണം അത്ര ഈസി അല്ല. കാരണം ആ ഇമോഷൻസ് എവിടെയെങ്കിലും ഒന്ന് പാളിപ്പോയാലോ, എന്തെങ്കിലും ഒന്ന് ഓവർ ആയാലോ, അവർ ആ ഇമോഷൻസ് ഒക്കെ കാണിക്കുന്നതൊക്കെ ഇപ്പൊ സാധാരണ ഉണ്ടാവും. ഒരു കൂട്ടത്തിന്റെ ഇടയിലൊക്കെ ചെന്നപ്പോ എനിക്കറിയാം, എന്റെ കല്യാണം ഇപ്പൊ കഴിയാത്ത കാരണം കൊണ്ട് ഒരു കൂട്ടത്തിലൊക്കെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇല്ല കല്യാണം കഴിഞ്ഞില്ല, കല്യാണം ഇങ്ങനെ ചോദിക്കും. അതുപോലെ തന്നെ ആയിരിക്കും കല്യാണം കഴിഞ്ഞ കുട്ടിയില്ലാത്ത ആൾക്കാർക്കും. അപ്പൊ അതൊക്കെ ഫീൽ ആ കൂട്ടത്തിൽ ചെന്നൊക്കെ ചോദിക്കുമ്പോൾ അവരെ മുഖത്ത് വരുന്ന ഫീലൊക്കെ അവിടെയൊക്കെ ചിലപ്പോൾ ഒന്നുമില്ലെങ്കിൽ ഓവർ ആക്കാം, അല്ലെങ്കിൽ ഇവിടേക്ക് ഈ മോശമാണോ കൊടുക്കണമെന്ന് നമുക്ക് തോന്നാം. അതൊന്നും അല്ലാതെ നല്ല കറക്റ്റാണ് അവർ ചെയ്തത്. പിന്നെ ജോണി ആന്റണി, നവാസ്, അൽത്താഫ്, മൃദുല്, അങ്ങനെ കുറേ ഇതിൽ മെയിൻ ഞാൻ പറയാം, ഇതിന്റെ സബ് കാസ്റ്റ് ആയിട്ട് വന്ന ആളുകളുണ്ടല്ലോ, ജൂനിയർ ആർട്ടിസ്റ്റ് സബ് കാസ്റ്റ് ആയിട്ട് വന്നു പോയവരൊക്കെ അവരൊക്കെ നല്ല രീതിയിൽ അവർക്ക് കൊടുത്ത പണി ചെയ്തിട്ടുണ്ട്. ആരും എവിടെയും നമുക്ക് അഭിനയിക്കാൻ വേണ്ടി വന്ന് അഭിനയിക്കുന്നതായിട്ട് നമുക്ക് തോന്നിയിട്ടില്ല. അവരൊക്കെ അവരുടെ ആ നാച്ചുറൽ ഫ്ലോയില്, അവരുടെ സ്ലാങ് ആണെങ്കിലും അവരൊക്കെ എല്ലാവരും അവർക്ക് കൊടുത്ത സാധനങ്ങളൊക്കെ പെർഫെക്റ്റ് ആയിട്ട് പോയിട്ടുണ്ട്. ആകെ ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു മാസ് മസാല എന്റർടൈനർ, ഇതിനൊരു സെഗ്മെന്റും പെടുത്താൻ പറ്റില്ല. ഈ പടം നമുക്ക് ഇപ്പോൾ ഞാൻ പറഞ്ഞ ഒരു അവയർനെസ് അല്ലാന്നുണ്ടെങ്കിൽ ഒരു എഡ്യൂക്കേഷൻ, ആ ലെവലിൽ ഒരു സാധനം പിടിച്ചിട്ട് ഇത് പറയാൻ പറ്റും. ഇത് പ്രൊമോഷൻ ആണെന്നുണ്ടെങ്കിൽ അവർ അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ മേ ബി അല്ലേ കുറച്ച് ഇങ്ങനെ കുട്ടികളില്ലാത്ത കാരണം കൊണ്ട് തളർന്നു നിൽക്കുന്ന ഒരു ഫാമിലി ഒക്കെ ഉണ്ടെങ്കിൽ അവർക്കൊരു മെന്റൽ സപ്പോർട്ട്, മോറൽ സപ്പോർട്ട്, മേ ബി ചിലപ്പോൾ കോൺട്രവേഴ്ഷ്യൽ ആവാൻ പാകത്തിനുള്ള എലമെന്റുകൾ ഇതിന്റെ ടുവേർഡ്സ് എൻഡ് ക്ലൈമാക്സിലേക്ക് കുറച്ച് പോർഷൻസ് പോകുന്നുണ്ട്. ഞാൻ പറയുന്നില്ല, മേ ബി OTT-ലൊക്കെ ഇറങ്ങിയതിന് ശേഷം ചിലപ്പോൾ ഇത് ചർച്ചയാവാൻ ചാൻസ് ഉള്ള കുറച്ച് ഭാഗങ്ങൾ അതിൻ്റെ ക്ലൈമാക്സിലുണ്ട്. പറയുന്ന കുറച്ച് കാര്യങ്ങളും കുറച്ച് സംഗതികൾ സംസാരിക്കുന്നതും ഒക്കെ എനിക്കെന്തോ അത് ഈ സൊസൈറ്റിയിൽ ഇപ്പോഴും അത് റെലവൻ്റ് ആണോ എന്നുള്ള രീതിയിൽ എനിക്ക് പേഴ്സണലി അത് ഫീൽ ആയിട്ടുണ്ടായിരുന്നു. അത് മാത്രമേ എനിക്ക് തോന്നിയുള്ളൂ. ചിലപ്പോൾ മേ ബി ഒരു ചർച്ചയാവാൻ OTT-ൽ ഇറങ്ങി ചില സിനിമകളൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നുമല്ലോ ഇതൊക്കെ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നടക്കുന്ന സംഭവങ്ങളാണോ. ഇത് അങ്ങനെ എന്തായാലും ഉണ്ടാവില്ല. കാരണം ഇത് നമ്മുടെ നാട്ടിൽ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കണം, മുന്നേ നടന്നുകൊണ്ടിരിക്കുന്നത്, ചിലപ്പോൾ ഉണ്ടാവാതിരിക്കട്ടെ, എന്നാലും ഭാവിയിൽ ഇനിയും ചിലപ്പോൾ നടന്നുകൊണ്ടിരിക്കാൻ സാധ്യതയുള്ള ഒരു സാധനമാണിത്. എന്താണെങ്കിലും ഒരു മസ്റ്റ് വാച്ച് എന്നൊന്നും ഞാൻ പറയില്ല. താല്പര്യം ഉണ്ടെങ്കിൽ മാത്രമല്ലേ. എനിക്ക് നവാസിന്റെ ആക്ടിങ് ഭയങ്കര ഇഷ്ടമായി. മിസ്റ്റേക്ക് അതെന്താ സാധനിക്കൊന്നും മനസ്സിലായില്ല. അങ്ങനെ കയ്യിൽ നിന്നിട്ടാണ് സംഗതി രസമായി. സംസാരങ്ങളൊക്കെ ഓവർ കോമഡി എന്നല്ലാതെ ആ പറയണൊക്കെ രസമായിട്ട്. ഈ അർജുന അശോകൻ ഒരു മറ്റേ വെട്ടുകല്ലില്ലേ, നമ്മളെ ചെങ്കല്ല് കോറി നടത്തുന്ന ഒരാളാ. അതിലൊരു ബംഗാളി അല്ലാതൊരു ക്യാരക്ടർ ഉണ്ട് അല്ലേ, ബംഗാളി അല്ലാത്തൊരു ക്യാരക്ടർ ഉണ്ട് അവിടുത്തെ പണിക്കാരനായിട്ട്. അയാള് കോമഡിയാണ്. അയാള് വെള്ളടിക്കുന്ന സീനിലൊക്കെ വന്ന് 4 കൗണ്ടറൊക്കെ അടിച്ചു. അയാള് പറഞ്ഞതൊക്കെ ആരും പറഞ്ഞൊന്നും മോശമായില്ല എന്നുള്ളതാണ്. ആരും ഓവറാക്കിയിട്ടില്ല, മോശമാക്കിയിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. ഒരു ഫീൽ ഗുഡ് പടമാണ്. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ താച്ച് തകർത്ത് ചിരിക്കാൻ വേണ്ടിട്ടോ അല്ലെങ്കിൽ അടിച്ച് തകർത്ത് വിടുകയെന്ന് വിചാരിക്കേണ്ട. നോർമൽ കൂളായിട്ടുള്ള ഒരു പടം. എന്നാൽ ആ പടം കാണേണ്ട ആൾക്കാർക്ക് നന്നായിട്ട് ഫീൽ ചെയ്യുകയും ചെയ്യും. ഞാൻ പറയുമ്പോൾ ഫാമിലി കയറി കണ്ടാൽ വർത്ത് വാച്ചിങ് ആണ്. അതെ, ബാച്ചിലേഴ്സ് കയറി കാണുമ്പോൾ നിങ്ങൾക്ക് ഒട്ടും ദഹിക്കില്ല എന്നുള്ളതാണ് എന്റെ ഒരു പെർസ്പെക്റ്റീവ്. പിന്നെ ചിലപ്പോൾ ബാച്ചിലേഴ്സിന് അവരുടെ ഫാമിലിയിൽ ഇങ്ങനെ ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അത് കണക്ട് ആവും. ബാച്ചിലേഴ്സിന് സ്വന്തം ഫാമിലിയിൽ ഇതേപോലെ കുട്ടികളില്ലാത്ത ഒരു അവസ്ഥയിൽ പോകുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ എന്റെ ഫാമിലിയിലൊക്കെ അങ്ങനെ ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ നമുക്കത് കണക്ട് ആവുന്നുണ്ട്, മനസ്സിലാവുന്നുണ്ട്. പിന്നെ ചില സാധനങ്ങളൊന്നും നമുക്ക് എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട് മനസ്സിലാവാത്ത കാര്യങ്ങളേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഓക്കെ ഗൈസ്, ഞാൻ പറഞ്ഞല്ലോ അങ്ങനെ മസ്റ്റ് നിങ്ങൾ ഇന്ന് തന്നെ പോയി കാണണം അങ്ങനത്തെ സ്കീമല്ല.
ടൈം എടുത്തല്ലേ. പക്ഷെ കണ്ടാൽ നന്നായിരിക്കും. കാരണം ഇങ്ങനെ നമ്മളും ചിലപ്പോൾ നമ്മളെ വായന്നും ചിലപ്പോൾ കുത്തുവാക്കുകളൊക്കെ പലരും പറഞ്ഞിട്ടുണ്ടാവും, തമാശക്കെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും. അതിനൊക്കെ ഒരു തിരിച്ചറിവായിരിക്കും ഈ പടം. കണ്ടാൽ നന്നായിരിക്കും, കയറി കാണേണ്ടവർക്ക് കയറി കാണാം. കാരണം എല്ലാ സിനിമകളും തിയേറ്ററിൽ വരുന്നത് അവർക്ക് ആളുകളോട് എന്തെങ്കിലും ഒരു മെസ്സേജ് കൺവേ ചെയ്യാനും കൂടിയാണല്ലോ. എല്ലാം മാസ് മസാല എന്റർടൈനർ എന്നുള്ള അത് മാത്രം പോരാ. അതെ, ചില സിനിമകൾ എപ്പോഴും ഒരു സോഷ്യൽ സാധനങ്ങൾ കൊണ്ടുവന്ന് വെച്ച് സംസാരിക്കുമല്ലോ. ഇതങ്ങനെയുള്ള ഒരു പടമായിട്ട് നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾക്ക് സമയമുള്ളപ്പോൾ നിങ്ങൾ എന്തായാലും തിയേറ്ററിൽ കയറി കാണണം അല്ലേ. അതെ, തീർച്ചയായിട്ടും. ഓക്കെ, അങ്ങനെ മോശമല്ല. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് എക്സ്പീരിയൻസ് ചെയ്യാത്തവർക്ക് അല്ലേ, ഇതൊട്ടും എക്സ്പീരിയൻസ് ചെയ്യാത്തവർക്ക് ഇതൊരു വളരെ ക്രിഞ്ചായിട്ട് തോന്നാം. അതായത് ഈ ഫേസിലൂടെ കടന്നു പോകാത്ത അല്ലെങ്കിൽ ഇത് അറിയാത്ത, പ്രത്യേകം പറയണം, ഒട്ടും എക്സ്പീരിയൻസ് ചെയ്യാത്ത ആൾക്കാർക്ക്, ഒട്ടും എക്സ്പീരിയൻസ് ചെയ്യാത്ത, നമ്മുടെ ലൈഫിൽ ഇങ്ങനത്തെ ഒരു അവസ്ഥയെ കുറിച്ചേ ചിന്തിക്കാത്ത അല്ലെങ്കിൽ ഇത് ബോധർ ചെയ്യാത്ത ആളുകൾക്ക് അല്ല. ഈ സിനിമ കഴിഞ്ഞ് പടം കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോൾ പല ആളുകളും പല ടൈപ്പിലുണ്ടാവും. ചില ആളുകൾ എന്ത് പടം എന്ന് വെച്ച് വരുന്നത്, ചില ആൾക്കാർ കണ്ണ് നനഞ്ഞു വരുന്ന ആൾക്കാരുണ്ടാവും, ചില ആൾക്കാർ നമ്മളെ ആൾക്കാർ ഇങ്ങനെ പറയും ചോദിച്ചിട്ടുണ്ട് ഈ സാധനവും വരും. പലർക്ക് നമ്മളെ ചേട്ടനെയോ ചേച്ചീനെയോ മാമനെയോ ഒക്കെ ഓർമ്മ വരും. നമ്മൾ തന്നെ ചിലപ്പോ കണ്ടിറങ്ങുന്ന പ്രേക്ഷകരുടെ കൂട്ടത്തിൽ ചിലര് ഇതിൽ മറ്റേ ക്യാരക്ടേഴ്സും കാണും. ഏതെങ്കിലും ഒരാളോട് ഇതാ കുട്ടിയാവാത്ത. അതാ ഞാൻ പറഞ്ഞത്, അങ്ങനത്തെ ആൾക്കാർക്ക് അതൊരു ഓർമ്മപ്പെടുത്തലായിരിക്കും. ആൾക്കാർക്ക് നാളെ ചോദിക്കരുത് എന്നുള്ളൊരു സംഗതിയും ചിലപ്പോ വരാം. സോ നിങ്ങൾ എന്തായാലും കാണുക അല്ലേ. കണ്ടിട്ട് കണ്ടവര് കമന്റ് ചെയ്യും, കാണാത്തവർ ഇനി ഇപ്പൊ ഈ പറഞ്ഞ പോലെ വന്നിരുന്നിട്ട് ഇതെന്തുന്നാ ഇത്, നിങ്ങൾക്ക് മോഹൻലാലും മമ്മൂട്ടിയും അല്ലെങ്കിൽ ഈ പറഞ്ഞ വലിയ വലിയ സ്റ്റാറുകളുള്ള പടങ്ങൾ മാത്രം, അത് ചില ടീമുണ്ട് അങ്ങനത്തെ പടത്തിനൊന്നും നോക്കൂല, റിവ്യൂ കണ്ടിട്ട് അതിനടിയിൽ വന്നിട്ട് സൂപ്പർ നിന്നിട്ട് പോകും. കണ്ടിട്ട് പറയാ അല്ലേ. ഞങ്ങൾ പറഞ്ഞതുകൊണ്ട് കയറി കാണുകയല്ല, നമുക്ക് നമ്മളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നു. എന്തായാലും പടം മോശമായതിന്റെ പേരിൽ കാണാൻ പോകാതിരിക്കേണ്ട കാര്യമൊന്നുമില്ല. പടം മോശമല്ല, പടം ഒട്ടും മോശമല്ല. പിന്നെ ഈ കാലത്ത് ഒരു ഫ്ലോ ഉണ്ടല്ലോ തിയേറ്ററിലേക്ക്, ഭയങ്കര മാസ് മസാല എന്റർടൈനർ ത്രില്ലർ എന്നുള്ള ഒരു ഫ്ലോ തിയേറ്റർ. പിന്നെ ഞാൻ പറഞ്ഞു, തിയേറ്റർ എക്സ്പീരിയൻസ് വേണ്ടവരുണ്ട്. തിയേറ്ററിൽ നിന്ന് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന സൗണ്ട്, ഇടി, ഭയങ്കര സീനുകൾ, സിനിമാറ്റോഗ്രാഫി, ഭയങ്കര മേക്കിംഗ് ക്വാളിറ്റി ഒക്കെ, അങ്ങനത്തെ സാധനങ്ങളൊന്നും പ്രതീക്ഷിച്ച് നിങ്ങൾ കയറണ്ട. അതൊന്നും ഇതിനകത്ത് സാധനങ്ങളൊന്നുമില്ല. ഒരു ചെറിയ ഫാമിലിയിലും അതിനെ ചുറ്റുപറ്റ പ്രഗ്നൻസി, ഒരു നാട്, അതിനെ ചുറ്റിപ്പറ്റി വരുന്ന കുട്ടികൾ ഉണ്ടാവാത്ത, പിന്നെ ഭയങ്കര സസ്പെൻസും കാര്യങ്ങളൊന്നും അല്ല. ഇങ്ങനെയൊക്കെ തന്നെ ആവും സംഭവിക്കാൻ നമുക്കറിയാം. എന്നാലും അത് കാണുമ്പോൾ ഒരു സുഖമാണ് അതൊക്കെ കാണുമ്പോൾ. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ പറഞ്ഞതൊക്കെ വെച്ചിട്ട് നിങ്ങൾ തിയേറ്റർ കയറിയാൽ മതി. ഇനി അല്ലാതെ ഇനി തിയേറ്റർ കയറിയിട്ട് എന്ത് ചെയ്യരുത്, കോമഡി ഇതിലെവിടെ അടിപിടി എന്നൊക്കെ പറഞ്ഞു വിളിക്കാൻ വരണ്ട. അതുകൊണ്ട് ആദ്യമേ പറയുന്നത്.